തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് നാഗ്പൂരിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. നഗരത്തിലും പരിസരത്തും കനത്ത കാവലേർപ്പെടുത്തി. അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുതെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞു. ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ നിരവധി വാഹനങ്ങൾ തകർത്തു. പോലീസിന് നേരെയുള്ള ആക്രമണം അഴിച്ചുവിട്ടു. ഔറംഗസീബിന്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് സംഘർഷം. ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം ചേരുന്നു. ഗൗതം, എന്താണ് നാഗ്പൂരിലെ നിലവിലെ അവസ്ഥ? ദുർഗ, നാഗ്പൂർ പൊതുവെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു നഗരമാണ്. പൊതുവെ ഇത്തരം സംഘർഷങ്ങളോ അല്ലെങ്കിൽ കലാപങ്ങളോ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സ്ഥലമല്ല. അവിടെയാണ് ഇപ്പോൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വളരെ ബോധപൂർവമായി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ പ്രത്യേകിച്ച് പ്രകോപനങ്ങളൊന്നുമില്ലാതെ മുഖംമൂടി ധരിച്ചും അതോടൊപ്പം തന്നെ മാരക ആയുധങ്ങൾ കയ്യിലേന്തിക്കൊണ്ട് മുസ്ലിം ഭൂരിപക്ഷമായ ഒരു മേഖലയിൽ നിന്നും ഹാൻസ്പുരി എന്ന ഒരു നാഗ്പൂർ നഗരത്തിലെ ഒരു സ്ഥലത്തേക്ക് ഇവരെത്തുകയും പിന്നീട് കണ്ണിൽ കാണുന്നതെല്ലാം തകർക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 10 വാഹനങ്ങൾ തീയിട്ടു എന്നാണ് മഹാരാഷ്ട്ര പോലീസിൻ്റെ കണക്കുകൾ. ഒപ്പം നിരവധി കടകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. ഇതൊരു ഹിന്ദു ഭൂരിപക്ഷ മേഖലയിലേക്കാണ് ഈ അക്രമികൾ എത്തിയത്. വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി, ഒപ്പം പോലീസുകാരെ ആക്രമിച്ചു. സാധാരണ ജനങ്ങൾക്ക് നേരെ അക്രമമുണ്ടായി. അങ്ങനെ വലിയൊരു കലാപം ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ അക്രമകാരികൾ ഇവിടേക്ക് എത്തുകയായിരുന്നു. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി മഹാരാഷ്ട്ര സർക്കാർ ഈ വിഷയത്തെ നോക്കിക്കണ്ടു. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ആക്ഷനുണ്ടായി. നാഗ്പൂർ നഗരത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. കൂടുതൽ പോലീസിനെ ഈ നാഗ്പൂരിൽ ഈ സംഘർഷമുണ്ടായ സ്ഥലത്ത് മാത്രമല്ല മറ്റ് പരിസര പ്രദേശങ്ങളിലേക്ക് ഈ സംഘർഷം വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു വലിയ ആക്ഷൻ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനാൽ ഈ കലാപകാരികൾക്ക് അധികം സമയം അഴിഞ്ഞാടാൻ കഴിഞ്ഞില്ല. എന്നാൽ കിട്ടിയ സമയം കൊണ്ടാണ് ഈ 10 വാഹനങ്ങളും അതോടൊപ്പം തന്നെ നിരവധി കടകളും തീയിട്ടിരിക്കുന്നത്. തീവ്ര ഇസ്ലാമിക സംഘടനകളാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇവർ ഈ ഔറംഗസേബിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഇപ്പോഴൊരു വലിയ വിവാദം കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഔറംഗസേബിൻ്റെ ശവകുടീരം ഈ ഛത്രപതി ശിവാജി സാംബാജി നഗറിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് നിലവിൽ രംഗത്തുണ്ട്. നമുക്കറിയാം അത് വളരെ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായിട്ടുള്ള അത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം മുഗൾ ഭരണകാലഘട്ടത്തെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഹിന്ദു സമൂഹത്തിന് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തുകയും പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങളായിട്ടുള്ള പ്രത്യേകിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥാനമായിട്ടുള്ള മഥുരയും അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾ ഏറ്റവും പവിത്രമെന്ന് കരുതുന്ന അല്ലെങ്കിൽ മോക്ഷനഗരി എന്ന് കരുതുന്ന കാശി വിശ്വനാഥ ക്ഷേത്രവും ഒക്കെ തകർത്തത് ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലാണ്. അതായത് ഈ അധിനിവേശ ശക്തികൾ ഏതാണ്ട് 7-ാം നൂറ്റാണ്ടിലും അതിനുശേഷം പിന്നീട് 11-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ കടന്നു വന്ന ഇസ്ലാമിക അധിനിവേശ ശക്തികൾ തുടർച്ചയായി നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും അതിൻ്റെ പരമകോടിയിൽ എത്തി നിന്നത് ഈ ഔറംഗസേബിൻ്റെ കാലത്താണ്. അതായത് വ്യാപകമായി ഹിന്ദു സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു, ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു, പ്രധാനപ്പെട്ട തീർത്ഥാടന നഗരികളെല്ലാം അടിച്ചു തകർത്തു. അതിനാൽ തന്നെ ഈ ഔറംഗസേബ് ഈ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിന് പ്രത്യേകിച്ച് ഉത്തര ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പേര് കേൾക്കുന്നത് തന്നെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ തന്നെ ഇയാളുടെ ശവകുടീരം അവിടുന്ന് മാറ്റണം, അതവിടെ അനുവദിക്കത്തില്ല എന്ന ആവശ്യം നൂറ്റാണ്ടുകളായി ഉണ്ട്. അത് ഇപ്പോൾ ബജ്രംഗ് ദളും VHP യും ഒക്കെ ഏറ്റെടുത്തു എന്നേ ഉള്ളൂ. ഇത് ഹിന്ദുക്കൾ വർഷങ്ങളായി തന്നെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു ഭാഗത്ത് ഈ വിവാദം കത്തി നിൽക്കുമ്പോൾ മറുഭാഗത്താണ് ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ ഔറംഗസേബിന്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്നലെ ഈ നാഗ്പൂർ നഗരത്തിൽ അഴിഞ്ഞാടാനുള്ള ശ്രമം നടത്തിയത്. എന്തായാലും മഹാരാഷ്ട്ര പോലീസിന്റെ വലിയൊരു വിന്യാസം നാഗ്പൂർ നഗരത്തിലെങ്ങുമുണ്ട്. അതിനാൽ ഇന്നലെ രാത്രിയിൽ പിന്നീട് അനിഷ്ട സംഭവങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഈ കലാപം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പടരാതിരിക്കാനും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുമുള്ള നടപടിയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ അവിടെ ഇന്നലെ പറഞ്ഞിരുന്നു ഗൗതം. ഈ സംഘർഷം ആസൂത്രണമായി തന്നെ ഉണ്ടാക്കിയതെന്ന് നമ്മൾ സംശയിക്കണമോ? തീർച്ചയായിട്ടും ഇത് വളരെ ബോധപൂർവം നടന്നിട്ടുള്ള ഒരു സംഘർഷമാണ്. കാരണം അവിടെ ഞാൻ നേരത്തെ അതാണ് സൂചിപ്പിച്ചത്, നാഗ്പൂരിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പൊതുവെ അതൊരു വളരെ സമാധാനമുള്ള ഒരു നഗരമാണ്. ഒരു കാലത്ത് മഹാത്മാഗാന്ധി പോലും ഭാരതത്തിൻ്റെ തലസ്ഥാനം നാഗ്പൂരിലാക്കണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. ഒന്ന്, ഭാരതം എന്ന ഈ വിശാലമായ ദേശത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് നാഗ്പൂർ. ഇന്ത്യയുടെ ഏറ്റവും സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് നാഗ്പൂർ
നാഗ്പൂർ നഗരമാണ്. അതിനാൽ തന്നെ വളരെ സുരക്ഷിതത്വമുള്ള, അതായത് വൈദേശികമായ ആക്രമണങ്ങൾ നമ്മുടെ ശത്രു രാഷ്ട്രങ്ങളൊക്കെ നടത്തിയാൽ പോലും വളരെ പെട്ടെന്ന് അവർക്ക് കടന്നു ചെല്ലാനൊക്കെ പറ്റാത്ത ഒരു സ്ഥലം, വളരെ ശാന്തമായ ഒരു നഗരം, നല്ല ഭൂപ്രദേശം, ഇതൊക്കെ കണക്കിലാക്കി ഒരു കാലത്ത് മഹാത്മാഗാന്ധി പോലും രാജ്യ തലസ്ഥാനമായി നാഗ്പൂരിനെ മാറ്റണമെന്ന വികാരമൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലമല്ല. അവിടെയാണ് ഇപ്പോൾ ഈ വളരെ ബോധപൂർവമായ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ പോലീസ് വിന്യാസമുണ്ട്. ഒപ്പം കർഫ്യൂ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നീക്കമാണ് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഔറംഗസേബിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുഖംമൂടി ഉൾപ്പെടെ ധരിച്ചുള്ള സംഘമെത്തി ഈ വാഹനങ്ങൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവിടെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. കാരണം ഇതിന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ബജ്രംഗ് ദളൊക്കെ പോലെയുള്ള ദേശീയ സംഘടനകൾക്ക് വലിയ സ്വാധീനം നാഗ്പൂർ പോലുള്ള സ്ഥലങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഈ ഔറംഗസേബിൻ്റെ ശവകുടീരം അവിടുന്ന് പൊളിച്ച് നീക്കണമെന്ന ആവശ്യവുമായി ബജ്രംഗ് ദൾ രംഗത്തുണ്ട്. ഇന്നലെ മഹാരാഷ്ട്രയിൽ വ്യാപകമായി ഇവർ പ്രതിഷേധ ദിനം ആചരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബജ്രംഗ് ദളിൻ്റെ ആവശ്യം മഹാരാഷ്ട്ര സർക്കാർ തന്നെ ഈ ശവകുടീരം അവിടുന്ന് പൊളിച്ച് മാറ്റണം. അങ്ങനെ പൊളിക്കുന്നില്ലെങ്കിൽ തങ്ങൾ കാർ സേവ നടത്തുമെന്നാണ് ബജ്രംഗ് ദൾ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്ന നിർദ്ദേശം വരുന്നത്. അങ്ങനെ ഒരു വിവാദം ഒരു ഭാഗത്ത് കത്തിപ്പറ്റുമ്പോൾ അതൊരു വിവാദമായാണ് നിൽക്കുന്നത്. അതൊരു സംവാദമാണ്, അല്ലെങ്കിൽ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ആ പ്രശ്നം നിലവിൽ നിൽക്കുന്നത്. അല്ലാതെ അതൊരു അക്രമത്തിന്റെ പാതയിലേക്ക് എങ്ങും പോയിരുന്നില്ല. ഇന്നലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗ് ദളിന്റെയും സമരം വളരെ സമാധാനപരമായാണ് മഹാരാഷ്ട്രയിൽ നടന്നത്. അതിലൊരു ചെറിയ കല്ലേറ് പോലും ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രിയിൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചെയ്തത് വ്യാപകമായ അക്രമം ഒരു നഗരത്തിൽ നടത്തുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ഇപ്പുറത്തൊരു ഭാഗത്ത് സമാധാനപരമായി യുവജന സംഘടന പ്രതിഷേധം നടത്തുന്നു, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നാൽ മറുഭാഗത്ത് ഔറംഗസേബിൻ്റെ പേരിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, കാരണം ഔറംഗസേബ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പേര് കേൾക്കുന്നത് തന്നെ ഉത്തരേന്ത്യയിലെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അവരെ രോഷാകുലരാക്കും. കാരണം അവരുടെ പൂർവികരെ കൊന്നു തള്ളുകയും അവരെ ഏറ്റവും പവിത്രമെന്ന് കരുതിയ മഹാക്ഷേത്രങ്ങളൊക്കെ തകർക്കുകയും ചെയ്ത ഒരു ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഈ ഔറംഗസേബ്. അപ്പോൾ അയാളുടെ പേരിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ തീവ്രവാദികൾ ഇന്നലെ നാഗ്പൂർ നഗരത്തിൽ ഇത്തരം അക്രമം നടത്തിയിരിക്കുന്നത്. അതിനാൽ സ്വാഭാവികമായും അതിന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല മഹാരാഷ്ട്ര സർക്കാർ. അതിനാലാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ നാഗ്പൂർ നഗരത്തിലെങ്ങും ഏർപ്പെടുത്തിയിരിക്കുന്നത്. അനു, ശരി ഗൗതം, എന്തായാലും അഭ്യൂഹങ്ങൾ ഒന്നും പെടരുതെന്ന് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൃത്യമായിട്ടുണ്ടായിരുന്നു. കാരണം മനഃപൂർവ്വമായി സൃഷ്ടിച്ച ഒരു സംഘർഷം, അതേ തുടർന്ന് ഇതൊരു കലഹമാക്കി മാറ്റാൻ മനഃപൂർവ്വ ശ്രമങ്ങൾ അവിടെ ഉണ്ടായി എന്ന് വേണം അനുമാനിക്കാൻ. ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ തന്നെ, കാരണം വർഷങ്ങളായി ഹിന്ദുക്കളുടെ ആവശ്യമാണ് അത് വീണ്ടും ഉന്നയിച്ച് അതിനെ ചൊല്ലി പൊടുന്നനെ ഒരു അക്രമം എന്തിനുണ്ടായി എന്നുള്ള ചോദ്യം ഉണ്ട്. എന്തായാലും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ വാക്കുകളിലേക്കാണ് നമ്മൾ ഇനി എത്തുന്നത്. नागपुर के महल इलाके में जिस प्रकार से तनाव की स्थिति निर्माण हुई, ये बहुत ही निंदनीय है। जिस प्रकार से कुछ लोगों ने पत्थरबाजी की है, पुलिस पर भी पत्थर फेंके हैं, ये बिल्कुल गलत है। मैं स्वयं इन सारी घटनाओं पर नज़र रखकर हूँ। मैंने पुलिस कमिश्नर को ये कहा है कि कानून व्यवस्था बनाने के लिए जो भी कड़े से कड़े कदम उठाने की आवश्यकता हो वो उठाए जाए और शांति को बनाया जाए। अगर कोई दंगा करता है, कोई पुलिस पर पत्थर फेंकता है, कोई समाज में तनाव निर्माण करता है, तो ऐसे सभी लोगों के ऊपर कड़ी से कड़ी कार्रवाई की जाए। और मैं सभी को अपील करता हूँ कि नागपुर एक बहुत ही शांति प्रिय इस प्रकार की नगरी है, यहाँ की शांति भंग न हो इस प्रकार से सभी लोगों ने व्यवहार और बर्ताव करना चाहिए। और कोई भी अगर इस प्रकार से तनाव निर्माण करने का प्रयास करेगा तो उसके ऊपर बहुत कड़ी कार्रवाई की जाएगी। ശരി, എന്തായാലും സമാധാനം എത്രയും വേഗം ഇവിടെ പുനഃസ്ഥാപിക്കുമെന്നത് തന്നെയാണ് വാസ്തവം. കാരണം ഗൗതം ചൂണ്ടിക്കാട്ടിയിരുന്നു, ഏറ്റവും സമാധാനമുള്ളൊരു നഗരമായി അറിയപ്പെട്ടിരുന്നിടത്താണ് മനഃപൂർവ്വമായ ശ്രമങ്ങൾ ഉണ്ടായത്. പക്ഷേ അധികം ആയുസ് ഉണ്ടാവില്ല. ഇന്നലെ രാത്രി മുതൽ അവിടെ ഏറെക്കുറെ ശാന്തമാണ്. അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് അവിടുത്തെ സർക്കാരിനും ഇച്ഛാശക്തിയോടുകൂടി പറയാനും കഴിഞ്ഞിട്ടുണ്ട്.